എപ്പോഴും സരിഞ്ചേട്ടന്റെ മുഖം ചിരിച്ച് ഒരു ആഹ്ലാദത്തോടുകൂടിയുള്ള ഒരു സന്തോഷത്തോടുള്ള മുഖമാണ്. നാളെ ഒരു ഉച്ചയൊക്കെ സമയമൊക്കെ ആകുമ്പോഴും ഈ ചിരിമുഖത്ത് കാണും. എന്താണ് അതിന്റെ ഉദ്ദേശം? അതൊരു സംശയവും വേണ്ട. റിസൾട്ട് ജനങ്ങളാണല്ലോ നമ്മളെ വിജയിപ്പിക്കുന്നതും വിജയത്തിനോട് അടുപ്പിച്ച് നിർത്തുന്നതും. ഇവൻ നമ്മളെ കുഴപ്പിക്കാനുള്ള പരിപാടി, ഇവനിതിൽ എന്തോ കൈയുണ്ട്. എന്നിട്ട് എന്തായാലും പരാജയം എന്നൊന്നില്ല എന്നാണ് സെക്രട്ടറിയും ഞാനും സംസാരിച്ചപ്പോഴും. ജയിച്ചു കഴിഞ്ഞു എന്നുള്ളത് ജനങ്ങളുടെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാകുന്ന ഒരു വസ്തുത. എനിക്ക് ഈ ഇളിപ്പാണ് നല്ലത്. എടാ, ദൈവം ഓരോ കാര്യത്തിനും ഓരോരുത്തരെ സൃഷ്ടിച്ചു വിട്ടിട്ടുണ്ട്. അതിന്റെ ഒരു ഉദാഹരണമാണ് നീ. അത് വോട്ടിന്റെ എണ്ണത്തിൽ ജയിച്ചുവോ ഇല്ലയോ എന്നുള്ളത് നാളെ സാങ്കേതികമായി മാത്രം. പക്ഷേ രണ്ടാം സ്ഥാനത്തിൽ നിന്ന് ഒരു വോട്ട് പോലും അല്ലെങ്കിൽ ഒരു പടി പോലും പുറകോട്ടില്ല എന്നുള്ളത് നിന്നെ സമ്മതിക്കണം. നിന്റെ വായിൽ എങ്ങനെയാടാ ഇത്രയും പെട്ടെന്ന് ഇത്രയും വലിയ നുണകൾ വരുന്നേ? ഇലക്ഷന്റെ വോട്ടിങ്ങിന്റെ അന്ന് തന്നെ ഉറപ്പിച്ചൊരു കാര്യവും അത് ജയിക്കാൻ ആവശ്യമായ വോട്ടുകൾ സമാഹരിക്കാൻ സാധിച്ചോ എന്നുള്ളതാണ് CPM കണക്കിലൂടെ പരിശോധിക്കുന്നത്. ഓഹോ, കളി പഠിച്ചിട്ട് വന്നിരിക്കുകയാണല്ലേ? ഞാൻ കൃത്യമായിട്ട് 70,000-ന് മുകളിൽ എന്ന് പറഞ്ഞു. 70,000-ൽ കുറയാതെ എന്നാണ് ഞാൻ പറഞ്ഞത്. എതിരാളികൾക്ക് എല്ലാവർക്കും, പ്രത്യേകിച്ച് രണ്ട് മുന്നണികൾക്കും കൂടി ചേർന്നൊരു 80,000 വോട്ട് വരെയും 1,50,000-ന് തൊട്ട് മുകളിൽ ഒരു പോളിംഗുമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. 9ാമത്തെ ക്രമ നമ്പറിൽ ചെയ്യേണ്ട 70,000 ആളുകൾക്ക് അത് കൃത്യമായി വന്ന് ചെയ്യാനുള്ള സന്മനസ്സുണ്ടാകും എന്നുള്ളതിൽ തർക്കമില്ല. അവർ ഓരോരുത്തരും എത്തും. അവരുടെ എണ്ണം കൂടട്ടെ എന്നാണ് ഞാനും ആശിക്കുന്നതും ആശംസിക്കുന്നതും. ഒരുപാട് പേർ കൂടുതൽ വന്നാൽ ഈ പറയുന്ന വോട്ടിന്റെ എണ്ണവും കൂടുകയായിരിക്കും എന്നുള്ളതാണ് വിലയിരുത്തൽ. 70,000 വോട്ടർമാർ വന്ന് വോട്ട് ചെയ്യുമെന്നുള്ള കണക്കിൽ നിന്ന് പുറകോട്ടില്ല. പാലക്കാടിന്റെ കളത്തിൽ ഇതുവരെ തെളിഞ്ഞത് BJPക്ക് അനുകൂലമായ ലീഡ് നിലയും മാങ്കൂട്ടത്തിന്റെ ചിത്രം 1200 വോട്ടിന്റെ ലീഡ് നില സ്വന്തമാക്കിയിരിക്കുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെയും നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെയും കണക്കൊക്കെ പഴങ്കഥയാക്കിക്കൊണ്ട് പാലക്കാട്ട് UDF കുതിക്കുന്നു. 3ാം റൗണ്ടിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ലീഡ് എടുത്തിരിക്കുന്നു. ഇപ്പോൾ എന്തായി? പള്ളർത്തി കിട്ടിയപ്പോ മതിയായില്ലേ? ലീഡ് നഗരസഭ എണ്ണിക്കഴിയുമ്പോൾ രാഹുൽ 1222 ലീഡ്. രാഹുലിന്റെ ലീഡ് ഇത് നഗരസഭയാണോ? ഇത് നഗരസഭയാണോ പഞ്ചായത്താണോ? 1228 പാലക്കാട് UDF ലീഡ്. ഇനി നിൽക്കേണ്ട വലിയ മാങ്കൂട്ടത്തിൽ രാഹുൽ അല്ല, രാഹുൽ മാങ്കൂട്ടത്തിൽ അല്ല രാഹുൽ 1228 വോട്ടുകൾക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ ചിരി. ഐശ്വര്യമുള്ള ചിരി. UDF സ്ഥാനാർത്ഥി പാലക്കാട് മുന്നിലാണ് എന്ന് പാലക്കാട് പ്രതീക്ഷയെ മാറിയ രാഹുൽ പ്രഭാവത്തിലൂടെ 1418 വോട്ടിന്റെ ലീഡാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലുള്ളത്. എങ്ങനെയാ തടി ഉരാൻ പറ്റാന്ന് ഞാനൊന്ന് ചിന്തിക്കട്ടെ. തുടർച്ചയായ ആക്രമണങ്ങളെ നേരിട്ട് കൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ ലീഡ് നേടിയിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രചാരണത്തിലുടനീളം രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ അറ്റാക്കുകളായിരുന്നു നടന്നിരുന്നത്. മനസ്സിലാക്കി കളഞ്ഞല്ലോ. പിന്നെ കോൺഗ്രസിന്റെ അപ്രതീക്ഷിതമായ മുനിസിപ്പാലിറ്റിയിലെ മുന്നേറ്റത്തിന് VD സതീശനും ഷാഫി പറമ്പിലിനും VK ശ്രീകണ്ഠനും ഒരു ഹായ് തന്നെ നൽകണം. രാവണൻ 10 തലയായവന്. കോൺഗ്രസിന്റെ മുദ്രാവാക്യം പാലക്കാട് കത്ത് ട്രോൾ പെട്ടി തുറന്നപ്പോ BJP പൊട്ടി. ഇതുവരെ എണ്ണിയ എവിടെയും സരിൻ നിലം തൊട്ടിട്ടില്ല. മനുഷ്യനെ നാണം കെടുത്താനായിട്ട് ഓരോ കോമാളി വേഷോട്ടോണ്ട് ഇറങ്ങിയിരിക്കുക. പക്ഷേ സരിനും UDF സ്ഥാനാർത്ഥിയും തമ്മിലുള്ള വ്യത്യാസം എത്രയാണെന്ന് കൂടി നമുക്കൊന്ന് നോക്കണം. എനിക്കൊന്നും 5000-ൽ താഴെ 4 റൗണ്ടുകളിലും സരിൻ ഇല്ല ചിത്രത്തിൽ. ഇപ്പോഴേ ഞാൻ തുടങ്ങിയിട്ടുണ്ട്. സമാഹരിക്കാൻ കിടന്നതിന്റെ ഇരട്ടി വോട്ടുകൾ സമാഹരിച്ച ചരിത്രമുള്ള ഇടങ്ങളിൽ നിന്ന് വോട്ട് കൊയ്ത് തുടങ്ങിയിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സന്തോഷായി, നല്ല സന്തോഷം. 1423 വോട്ടുകളായി ലീഡ് നില മെച്ചപ്പെടുത്തിയിരിക്കുന്ന കാഴ്ച കൂടി കാണാൻ കഴിയുന്നുണ്ട്. BJPക്ക് വലിയ വില കൊടുക്കേണ്ടി വരുന്നു. കയ്യിൽ ഒരു തവണ ജനം വെച്ചു കൊടുത്ത വോട്ട് ചോർന്നു പോയിട്ടുണ്ടെങ്കിൽ അത് എന്തുകൊണ്ട്, ആരു കാരണം എന്ന ചോദ്യത്തിന് ഉത്തരം പറയേണ്ടി വരും. ഏതായാലും കള്ളി വെളിച്ചത്തായി. ഇനി എന്തിനാ സുഖി ഒളിച്ചുകളി? ഉള്ള കാര്യം തുറന്നു പറഞ്ഞാട്ടെ. ഈ റൗണ്ടോട് കൂടി രാഹുൽ വീണ്ടും എമർജ് ചെയ്യാൻ പോകുന്നു. രാഹുലിന്റെ ലീഡ് കൂടാൻ പോകുന്നു. ഇവൻ നമ്മക്ക് പണിയുണ്ടാക്കുമെന്നാണ് തോന്നണേ. 5026 അവന്റെ പോക്ക് കാണുമ്പോൾ ഒരു ഏകാധിപതിയാകാനുള്ള ലക്ഷണം ആ കാണുന്നു. 5026 രാഹുൽ മാങ്കൂട്ടത്തിന്റെ ലീഡ് 5026. നാണക്കേടായി പോയി. നിങ്ങൾക്ക് മാത്രല്ല എനിക്ക് നാണക്കേടാ. നോക്ക
പാലക്കാട് കോട്ട പിടിക്കാൻ രാഹുൽ മങ്കൂട്ടത്തിൽ യാത്ര തുടങ്ങിയെന്ന് ബോധ്യപ്പെടുത്തുന്ന കണക്കുകൾ വരുന്നു. 5026 വോട്ടുകൾക്ക് രാഹുൽ മങ്കൂട്ടത്തിൽ. ഇതിനിടയ്ക്ക് നമ്മളെ 3 പേരെയും കൂടെ ചേർത്ത് ഒരു കമന്റ് വന്നായിരുന്നു. പപ്പു മാള ജഗതി. അതെന്തിനാടാ? പുതിയ പാരയായിരിക്കും. കറക്റ്റടാ. ഇതില് പപ്പു ആരാ, മാള ആരാ, ജഗതി ആരാണെന്നൊരു പിടിയും കിട്ടില്ല. പപ്പു, മാള, ജഗതി. ഞാൻ എന്തായാലും ജഗതി എടുക്കും. അതിന് തന്നാരും വിളിച്ചില്ല. വിളിച്ചു തന്നെയല്ലേ എങ്ങനെയാ ആവശ്യത്തെ കാര്യങ്ങൾ 10,297. അതൊരു വല്ലാത്ത എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. ഇത്രയൊക്കെ വരുത്തി വെച്ചിട്ട് എന്റെ നാവിൽ നല്ല തെറി പോലും വരുന്നില്ലല്ലോ ഈശ്വര. 5000 ഒരു മിസൈൽ ഒരു നേരെ ഇങ്ങനെ പോയി. അവൻ എന്തിനുള്ള പുറപ്പാടാണെന്ന് മനസ്സിലാവുന്നു. ചരിത്രത്തിൽ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷമാകാം. പാലക്കാട് നിയമസഭാ മണ്ഡലത്തിന്റെ ചരിത്രം കണ്ട ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിന് രാഹുൽ മാങ്കൂട്ടം വിജയിക്കുകയാണ്. എന്താ ഇത്? എന്തിനാ കരയുന്നേ? അപ്പോ ഈ ആഹ്ലാദം അത് സ്വാഭാവികമാണ്, അത് നീതീകരിക്കപ്പെടുന്ന ആഹ്ലാദമാണ്, ആഘോഷമാണ്. പ്രവർത്തകരുടെ ഇടയിലേക്ക് ഇതാ രാഹുൽ മാങ്കൂട്ടത്തിൽ. എന്താ ആ പ്രതീക്ഷയും? രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാടിന്റെ ശബ്ദമായി ഇനി നിയമസഭയിലേക്ക് എത്തുകയാണ്. കന്നി രാഷ്ട്രീയ പോരാട്ടത്തിൽ വിജയം. ചരിത്ര വിജയം. ഇന്നോളം കണ്ടിട്ടില്ലാത്ത, പാലക്കാട് ഇന്നോളം കണ്ടിട്ടില്ലാത്ത വലിയ വിജയം. 18,198 വോട്ടുകൾ. ബിജെപിയുടെ കോട്ടക്കൊത്തളങ്ങൾ തകർന്ന് തരിപ്പണമായി പോയ നിമിഷം ഇതാ രാഹുലിന്റെ തേരോട്ടം. 20,288. അയ്യോ, ഇതൊരു നടക്ക് പോണ മാതിരില്ല. ഒരു ദിവസം നിവൃത്തിയില്ല. അമ്മച്ചാണ് എനിക്കറിഞ്ഞോളൂ. ഏതെന്നെ അവൻ പറഞ്ഞ നേരാ. 20,288. ആഷ്മി അതൊന്ന് അനൗൺസ് ചെയ്തു. 20,000 രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിക്കുന്നു. 20,288 വോട്ടുകൾക്ക് പാലക്കാടിന്റെ പ്രിയപുത്രനായി പാലക്കാടൻ കോട്ടയിൽ കോൺഗ്രസിന്റെ പതാക നാട്ടുന്നു രാഹുൽ മാങ്കൂട്ടം. ഇവിടെ ബഹുമാനായിട്ടുള്ള KPCC പ്രസിഡന്റ്, ബഹുമാനായിട്ടുള്ള പ്രതിപക്ഷ നേതാവ്, പ്രിയപ്പെട്ട ഷാഫി പറമ്പിൽ, പ്രിയപ്പെട്ട ശ്രീകണ്ഠേട്ടൻ, പ്രിയപ്പെട്ട തങ്കപ്പേട്ടൻ, ഇവരുടെ എല്ലാവരുടെയും നടത്തിയിട്ടുള്ള ഉജ്ജ്വലമായ തെരഞ്ഞെടുപ്പ് പ്രവർത്തനമുണ്ട്. അതൊക്കെ നാട്ടുകാർക്ക് അറിയാവുന്ന കാര്യം അല്ലേ? ഒരു കാര്യം നിസ്സംശയം പറയാം, പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ BJPയുടെ അടിവേര് UDF മാന്തിയിരിക്കുകയാണ്. വണ്ടി കയറ്. വേണ്ട, വണ്ടി കയറ്. ഇതെല്ലാ തവണത്തെയും പോലെയല്ല. എന്റെ ഉള്ളിലുണ്ട് സത്യവും ധർമ്മവും നീതിയും ദാഹിക്കുന്ന ഒരു മനസ്സ്. ഇവര് വഞ്ചിച്ചിരിക്കുന്നത് ബലിദാനികളെയാണ്. ഇതിന്റെ ഉത്തരവാദിത്തം, ഈ പരാജയത്തിന്റെ ഉത്തരവാദിത്തം K. സുരേന്ദ്രനാണ്. എന്നെ സംശയിക്കരുത്. സുരേന്ദ്രൻ രാജിവെക്കാതെ, സുരേന്ദ്രൻ പുറത്തു പോകാതെ BJP എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം കേരളത്തിൽ രക്ഷപ്പെടാൻ പോകുന്നില്ല. പക്ഷെ ഞാൻ ആഗ്രഹിക്കുന്നത് അയാളെ രാജിവെക്കണ്ടെന്നാ. ഒരു 6 ഇഞ്ച് നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഈ സ്വിച്ചിന്റെ കാര്യമാണ്. ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല. ഇതൊക്കെ എന്ത്? അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ. ശരി.